ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷയമാണ്. നമുക്കറിയാം നമ്മുടെ 5 AM സീരീസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോവാണ് അല്ലേ. അപ്പൊ നമ്മൾ ഏകദേശം കുറച്ച് സീരീസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മലയാളത്തിലെ ഒന്നാണ് നമ്മൾ കണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ സന്ധി പ്രകരണമായിരുന്നു പഠിച്ചത്. സന്ധി പ്രകരണത്തിലെ ആഗമസന്ധിയുടെ റൂൾസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അല്ലേ പഠിച്ചത്. അപ്പൊ അതെല്ലാം പഠിച്ച് നല്ല അടിപൊളി സെറ്റ് ആയിട്ടിരിക്കുവാണെന്ന് വിചാരിക്കുവാണ്. നമുക്ക് അന്ന് രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് അടുത്ത സന്ധി പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന സന്ധി ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഞാനൊന്ന് റീകോൾ എന്നുള്ള നിലയിൽ നിങ്ങളോട് ചോദിക്കുവാണ്, സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ എന്തായിരുന്നു സന്ധി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചത്? സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർച്ച അല്ലെങ്കിൽ ചേർത്തെഴുതുക എന്ന് പറയും, ചേരുക എന്നുള്ളതാണ് സന്ധി എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ നമ്മൾ അതെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ആഗമസന്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആഗമസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുന്നേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സന്ധിയിൽ എന്തിനാണ് മാറ്റം സംഭവിക്കുന്നത്? സന്ധിയിൽ വർണ്ണങ്ങൾക്കാണ് മാറ്റം സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. രണ്ട് വാക്കുകൾ ചേരുമ്പോൾ വർണ്ണത്തിനാണ് മാറ്റം സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ലേടാ? അപ്പോ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഏതോ ഒരു കമന്റ് വന്നു, ഞാൻ ഈ ഡാ എന്ന് വിളിക്കുന്നത് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിവേ ഞാനത് അങ്ങനെ വിളിച്ച് മീൻസ് എന്താ പറയാ, അങ്ങനെ അങ്ങ് ക്ലാസ് എടുക്കുമ്പോൾ വിളിക്കുന്നതാണ് കേട്ടോ. എനിവേ ഓക്കെ. നോക്കാം. അപ്പൊ ഈ സന്ധി എന്ന് പറയുന്നത് ഈ ചേർച്ച എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആഗമസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ആഗമസന്ധി? പുതുതായിട്ടൊരു വർണ്ണം വരും, ഒന്നും സംഭവിക്കൂല, പുതുതായിട്ട് എന്തു വരും? ഒരു വർണ്ണം വരും. അതിനെയാണ് നമ്മൾ ആഗമസന്ധി എന്ന് പറഞ്ഞത്. അതിന്റെ റൂൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനാണെങ്കിൽ നമ്മൾ ഇന്ന് അടുത്ത സന്ധി പഠിക്കാൻ പോവാണ്. അടുത്ത സന്ധി ആദേശസന്ധി. ക്ലിയർ അല്ലേടാ? അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിക്കുവാണ്. സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഒന്നുകൂടെ ഒന്ന് വായിക്കുവാണ്. മലയാള വ്യാകരണത്തിൽ വാക്കുകൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണങ്ങൾ, അക്ഷരങ്ങൾക്കുണ്ടാകുന്ന വർണ്ണങ്ങൾ, മീൻസ് അക്ഷരങ്ങളിലെ വർണ്ണങ്ങൾ ഉണ്ടാകുന്നത്. ദാറ്റ് മീൻസ് വർണ്ണം ചേർന്നാണ് അക്ഷരം ഉണ്ടാകുന്നത്. വ പ്ലസ് ആ വ അല്ലേ അങ്ങനെയല്ലേ? യെസ്. അപ്പൊ ആ വർണ്ണങ്ങൾക്കാണ് മാറ്റം സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അതിനെയാണ് നമ്മൾ സന്ധി അഥവാ ചേർച്ച എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ ആഗമസന്ധി എന്താണെന്ന് പഠിച്ചിരുന്നു. 4 തരം സന്ധിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആഗമം, ലോപം, ദ്വിത്വം, ആദേശം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദേശസന്ധിയാണ് പഠിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ഞാൻ ആദേശസന്ധി എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്തുകൊണ്ട് ഞാൻ ആദേശസന്ധി എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ആഗമസന്ധിയിൽ പഠിച്ചത് ഒരു വർണ്ണം പുതുതായിട്ട് വരുന്നു, ആഗമിക്കുന്നു എന്നാണ് അല്ലെ. അതേപോലെ തന്നെ ഇവിടെ ആദേശസന്ധിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർണ്ണം വരും, പക്ഷേ എങ്ങനെ വരും? ഉള്ള ഒരു വർണ്ണം പോവും, ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം വരും. അങ്ങനെയാണ് ആദേശസന്ധി ഇല്ലേ. ഞാൻ വളരെ കോമൺലി പറഞ്ഞതാണ്, ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം വരുമെന്ന് ഞാൻ വളരെ കോമൺലി പറഞ്ഞതാണ്. പക്ഷെ അത് അങ്ങനെ നമുക്ക് പറഞ്ഞു മാറ്റാൻ പറ്റില്ല. അതിന് കുറെ റൂൾസ് ഉണ്ട്. നമ്മൾ ആ റൂൾസിലേക്ക് പോവാണ്. ഇന്ന് നമ്മൾ അധികം വാക്കുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യത്തില്ല. കാര്യം നമ്മൾ റൂൾസും 1-2 വാക്കുകളാണ് പറയുന്നത്. നമ്മുടെ PYQ സെഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് വാക്കുകളും ബാക്കിയുള്ള പ്രാക്ടീസിങ് സെക്ഷൻസ് അവിടെ ആയിരിക്കും വരുന്നത് കേട്ടോ. എന്നാലും ഒരു വാക്ക് പറയാതെ പോകുന്നു എന്നല്ല, 2-3 വാക്കുകളൊക്കെ നമ്മൾ നോക്കാം. അങ്ങനെയാണെങ്കിൽ ആദേശസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതാണ് കേട്ടോ. ആദേശസന്ധി ഒരു പദം ചേർത്തെഴുതുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതിനെയാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. ഇവിടെ കിടക്കുന്നു ആദേശസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതാണ് ആദേശസന്ധിയുടെ ഒരു ആദേശസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതിന്റെ ഉത്തരം കിടക്കുന്നു. ഒരു പദം ചേർത്തെഴുതുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം, ആഗമസന്ധിയിൽ ഒരു വർണ്ണം പോയിട്ട് എന്നുള്ള ആ ഒരു കാര്യം അവിടെ ഇല്ല. ഒരു വർണ്ണം പുതുതായിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആദേശസന്ധി അങ്ങനെയല്ല. ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം വരികയാണെങ്കിൽ അത് ആദേശസന്ധി എന്ന് പറയാം. ദ ഫസ്റ്റ് റൂള് നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് റൂള് അനുസ്വാരം. എന്താണ് അനുസ്വാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അമ്മടയാളം അല്ലെ. അതാണ് അനുസ്വാരം എന്ന് പറയുന്നത്. അനുസ്വാരത്തിന് ശേഷം വന്നാൽ അത് വ എന്ന് പറഞ്ഞ് ആദേശസന്ധിയായിട്ട് മാറും. ദാറ്റ് മീൻസ് ആ അനുസ്വാരത്തിന് ശേഷം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? അത് ചേർത്തെഴുതുന്ന സമയത്ത് ഏത് വർണ്ണമാണ് അവിടെ വരുന്നത്? വ എന്ന് പറയുന്ന വർണ്ണമാണ് വരുന്നത്. ക്ലിയർ അല്ലേ? അതായത് പൂർവപദം
പൂർവപദം എന്നും ഉത്തരപദം എന്നും ഒരു വാക്കിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, പൂർവപദം അല്ലെങ്കിൽ ഉത്തരപദം എന്നുള്ളത് അല്ലെ. പൂർവപദത്തിന്റെ ലാസ്റ്റ് അനുസ്വാരവും ഉത്തരപദം പിന്നീട് എങ്ങനെയാണ് ഉമ്മിൽ അവസാനിക്കുന്നതുമാണെങ്കിൽ അതില് എന്ത് ആദേശം വരും? വ ആദേശം വരും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? വ ആദേശം വരും. ദാ നോക്കിക്കോ, മോഹം അധികം എന്ത്? മോഹവും. മോഹവും. കണ്ടോ? വ വന്നത് കണ്ടോ? കാലം അധികം എന്ത് വന്നു? കാലവും. കാലവും. ക്ലിയർ അല്ലേ? ഇതാണ് ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത്. ആദ്യത്തെ റൂള് അനുസ്വാരത്തിന് ശേഷം. എങ്ങനെ അനുസ്വാരത്തിന് ശേഷം? പൂർവപദത്തിൽ അനുസ്വാരം വന്ന് അധികം ഉത്തരപദത്തിൽ എന്ത് ചെയ്യും? എന്ന് വരികയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? എന്ന് പറഞ്ഞ വർണ്ണമാണ് ആദേശം ചെയ്യുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഫസ്റ്റ് റൂള് ക്ലിയർ ആയിട്ട് പഠിച്ചില്ലേ? ഫസ്റ്റ് റൂൾ എല്ലാരും കാണാപാഠം പഠിക്കുക, എല്ലാരും മനസ്സിലാക്കി വെക്കുക. എന്താണ് ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? അനുസ്വാരം വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അധികം കഴിഞ്ഞ് വരുന്നത് ആണെങ്കിൽ എന്താണ് എന്നുള്ളത് നമ്മൾ വാക്യശുദ്ധി കണ്ടന്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. വാക്യശുദ്ധി എന്താണ് എന്നുള്ളത് നമ്മൾ യൂട്യൂബിലുണ്ട്, പോയി നോക്കുക. ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് വാക്യശുദ്ധി. അതിനകത്ത് നമ്മൾ ഓ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണനോ രാമനോ എന്നൊക്കെ അല്ലെ. സമുച്ചയ വികൽപ്പ നിപാത ദോഷം അല്ലെ, അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അല്ലെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കൂടാ? ആദേശസന്ധിക്ക് എന്ത് ആദേശം വരും? എന്ത് വരും? ഏത് വർണ്ണം വരും? വർണ്ണം വരും. ക്ലിയർ അല്ലേ? ഫസ്റ്റ് റൂള് നമ്മൾ പഠിച്ചു. സോ ദ സെക്കൻഡ് വൺ, അനുസ്വാരത്തിന് ശേഷം അടുത്തത് അനുസ്വാരത്തിന് ശേഷം സ്വരം വന്നാൽ മ അല്ലെങ്കിൽ വ ആദേശം ചെയ്യും. അനുസ്വാരത്തിന് ശേഷം, ദാറ്റ് മീൻസ് അനുസ്വാരത്തിന് ശേഷം സ്വരം, ഏത് സ്വരമോ ആയിക്കൊള്ളട്ടെ, സ്വരം വന്നു കഴിഞ്ഞാൽ ഇവിടെ വ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മ ആദേശം ചെയ്യും. ക്ലിയർ അല്ലേ? സെക്കൻഡ് റൂള് ക്ലിയർ അല്ലേ? ആദ്യത്തെ റൂള് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കലം അധികം അറ, കലം ദാ അനുസ്വാരം വന്നു, ഇവിടെ ദാ സ്വരം വന്നു, എന്ത് ആദേശം ചെയ്തു? വാ ആദേശം ചെയ്തു. താളം അല്ലെ, അനുസ്വാരമുണ്ട്, അധികം ദാ ഇവിടെ എന്തുണ്ട്? സ്വരം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാ വന്നു, മ വന്നു അല്ലെ. താളമയഞ്ഞു എന്ന് വന്നു അല്ലെ. പണം അധികം ഉണ്ട്, പി വൈക്കുവാണ്. പണം അധികം ഉണ്ട്, പണം സ്വാരമുണ്ട്, അനുസ്വാരമുണ്ട്, അധികം ഉണ്ട്, സ്വരമാണ്, പണമുണ്ട്, മാ വന്നു. കളം അധികം എഴുതി, കളം അനുസ്വാരമുണ്ട്, ലാസ്റ്റ് അടുത്ത തുടങ്ങുന്ന സ്വരത്തിലാണ്. അപ്പൊ എന്ത് വന്നു? ദാ എഴുതി എന്നുള്ളത് കളം എഴുതി എന്നായി, മാ എന്ന് പറഞ്ഞ ആദേശം അവിടെ സംഭവിച്ചു. കുറ്റം അധികം അറ്റം, കുറ്റമറ്റം. ക്ലിയർ അല്ലേ? സെക്കൻഡ് റൂള് ക്ലിയർ അല്ലേ? സോ ഇതാണ് ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുസ്വാരത്തിന് ശേഷം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? വർണ്ണം വരും. രണ്ടാമത്തത്, അനുസ്വാരത്തിന് ശേഷം സ്വരമാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് വരും? അല്ലെങ്കിൽ മ എന്ന് പറഞ്ഞ വർണ്ണം വരും. ദാ എക്സാമ്പിളോട് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പൊ അടുത്തത്, അനുസ്വാരത്തിന് ശേഷം വിഭക്തി പ്രത്യയം വന്നാൽ ത ആദേശം ചെയ്യും. അനുസ്വാരത്തിന് ശേഷം വിഭക്തി പ്രത്യയം വന്നാൽ എന്ത് വരും? ത വരും. ത ആദേശം ചെയ്യും. നോക്കാം, ദൈവം അധികം പ്രത്യയമാണ് അല്ലെ, വിഭക്തി പ്രത്യയമാണ്. അപ്പൊ ഇവിടെ എന്ത് വന്നു? ദൈവത്തെ എന്ന് വന്നു അല്ലെ. മീനം അധികം ഇൽ, എന്ത് വന്നു? മീനം അധികം ഇൽ, മീനത്തിൽ. ക്ലിയർ അല്ലേ? ഇവിടെ പിന്നെ ഈ പറയുമ്പോൾ അനുസ്വാരം കഴിഞ്ഞിട്ട് സ്വരം വന്നു എന്നും കൂടി പറയാം. ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും കേട്ടോ. അപ്പം ഇതാണ് റൂള്. പിന്നെ അത് പ്രത്യേകിച്ച് നോക്കുക, അത് വിഭക്തി പ്രത്യയമാണോ എന്നുകൂടി ഒന്ന് നോക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തുലാം അധികം ഇൽ എന്ത് വരുവടാ?
തുലാത്തിൽ അല്ലെ, തുലാത്തിൽ അല്ലെ, ക്ലിയർ അല്ലേ? പിന്നെ പണം അധികം ഓട്, പണത്തോട് അല്ലെ. ഇങ്ങനെ ഇതാണ് നമ്മൾ ഓർത്തു വയ്ക്കാനുള്ളത്. അനുസ്വാരത്തിന് ശേഷം വിഭക്തി പ്രത്യയം വന്നു കഴിഞ്ഞാൽ, വിഭക്തി പ്രത്യയമാണ് വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ത എന്ന് പറഞ്ഞത് എന്തായിട്ട് വരും? ആദേശമായിട്ട് വരും, ആദേശമായിട്ട് വരും. അപ്പൊ അത് ഓർമ്മിച്ച് വെക്കുക. അപ്പൊ 3 റൂൾസ് ആണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തെ റൂൾ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? അനുസ്വാരത്തിന് ശേഷം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? വ ആദേശം സംഭവിക്കും. രണ്ടാമത്തത് അനുസ്വാരത്തിന് ശേഷം സ്വരം വന്നു കഴിഞ്ഞാൽ മ അല്ലെങ്കിൽ എന്ത് വരും? വ അവിടെ ആദേശമായിട്ട് വരും. മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് അനുസ്വാരത്തിന് ശേഷം വിഭക്തി പ്രത്യയം വന്നു കഴിഞ്ഞാൽ, അനുസ്വാരത്തിന് ശേഷം വിഭക്തി പ്രത്യയം വന്നു കഴിഞ്ഞാൽ അവിടെ ത എന്ത് ചെയ്യും? ആഗമിക്കും, സോറി, ആദേശം സംഭവിക്കും. ത അവിടെ ആദേശം സംഭവിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനാണെങ്കിൽ നമുക്ക് വിഭക്തി പ്രത്യയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. എടാ നമ്മൾ പ്രത്യയം പറഞ്ഞായിരുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ വിഭക്തി പ്രത്യയം എന്താണെന്ന് കൂടി ഞാനൊന്ന് പറഞ്ഞു പോവാണേ. വിഭക്തി പ്രത്യയം ഏതിന്റെ പ്രത്യയമാണ്? പ്രതിഗ്രാഹിക അല്ലെ. ഓട് സംയോജിക, ക അല്ലെങ്കിൽ ന, ക ന ഉദ്ദേശികയാണ്. പിന്നെ ആൽ എന്താണ്? പ്രയോജിക, ന്റെ ഉടെ ഏതാണ്? സംബന്ധിക, ഇൽ അല്ലെങ്കിൽ കൽ ഏതാണ്? ആധാരിക അല്ലെ. ക്ലിയർ അല്ലേ? ഇതല്ലേ വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേതെങ്കിലും അനുസ്വാരത്തിന് ശേഷം ഇതിലേതെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ത ആദേശം സംഭവിക്കും. ക്ലിയർ അല്ലേ? അടുത്ത റൂള് നമുക്ക് നോക്കാം. അനുസ്വാരത്തിന് ശേഷം ക മുതൽ മ വരെയുള്ള വർഗാക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതാത് അനുനാസിക അക്ഷരങ്ങൾ തന്നെ വരും. അത് അതിന്റെ അനുനാസിക അക്ഷരങ്ങൾ തന്നെ വരുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ വർഗാക്ഷരങ്ങൾ എന്നുള്ളത് അല്ലെ. വർഗാക്ഷരങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം അല്ലെ. കവർഗം, ചവർഗം, തവർഗം, ടവർഗം, പവർഗം, ഇതാണ് എന്ത്? ഈ വർഗാക്ഷരങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അല്ലെ, ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ അത് ചേരുന്ന സമയത്ത് എന്ത് വരും? അതിന്റെ അനുനാസികങ്ങൾ തന്നെയാണ് വരിക എന്നാണ് പറയുന്നത്. കടം അനുനാസികം, അനുസ്വാരത്തിന് ശേഷം ദാ ക വീണ്ടും വന്നു, കവർഗം വന്നു. അപ്പൊ ഇവിടെ എന്തു വന്നു? ഇങ്ക, അല്ലെ. ഇങ്ക, കായുടെ അനുനാസികം ഏതാണ്? ക. കവർഗത്തിന്റെ അനുനാസിക അക്ഷരം ഏതാണ്? ഇങ്കയാണ് അല്ലെ. അപ്പം കടങ്കഥ എന്ന് വന്നു അല്ലെ. കടങ്കഥ, ക്ലിയർ അല്ലേ? കടങ്കഥ. ചെം അധികം ചുണ്ട്, ചെം അധികം ചുണ്ട്, അനുസ്വാരത്തിന് ശേഷം ദാ ചവർഗമാണ് വന്നിരിക്കുന്നത്. ചവർഗമാണെങ്കിൽ ച ജ ജ ച ഞായാണ് അല്ലെ അനുനാസികം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ദാ ചെഞ്ചുണ്ട് എന്ന് വന്നു അല്ലെ. ചെഞ്ചുണ്ട്, ക്ലിയർ അല്ലേ? ചെഞ്ചുണ്ട്, ക്ലിയർ അല്ലേ? ചെം അധികം താമര അല്ലെ. തവർഗമാണ്. തവർഗം വന്നു കഴിഞ്ഞാൽ ത ധ ദ ധ ന അല്ലെ. ചെന്താമര, ഇന്ത അല്ലെ. ചെന്താമര, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായോ? അപ്പോ അനുനാസ് അതായത് അനുസ്വാരത്തിന് ശേഷം ക മുതൽ മ വരെയുള്ള വർഗാക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ചേർത്തെഴുതുന്ന സമയത്ത് എന്തു വരും? ഈ പറയുന്ന വർഗാക്ഷരങ്ങൾ മാറി അവിടെ അതാതിന്റെ എന്തു വരും? അനുനാസിക അക്ഷരങ്ങളാണ് വരിക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എടാ ഇതാണ് വർഗാക്ഷരങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ക, ദാ നോയിക്കേ, ക ക ഖ ഗ ഘ ങ. അപ്പൊ ഞാൻ എന്താ റൂളിൽ പറഞ്ഞത്? ക വന്നു കഴിഞ്ഞാൽ, അതായത് അനുസ്വാരത്തിന് ശേഷം ക വന്നു കഴിഞ്ഞാൽ നേരെ എന്ത് വരും എന്നാ ഞാൻ പറഞ്ഞത്? എന്ത് വരും എന്നാ പറഞ്ഞത്? നോയിക്കേ, ഇതിന്റെ അനുസ്വാരം വരും എന്നാണ് പറഞ്ഞത് അല്ലെ. ച വന്നാലോ ഞാ വരും, ട വന്നാലോ ണ വരും, ത വന്നാലോ ഞാ വരും അല്ലെ. പ വന്നാലോ മാ വരും അല്ലെ. പ വന്നാൽ എന്ത് വരും? മാ വരും. അപ്പൊ മനസ്സിലായോ ആ വാക്ക്? അപ്പൊ അനുസ്വാരത്തിന് ശേഷം അതായത് വർഗ അക്ഷരങ്ങൾ ക മുതൽ മാ വരെയുള്ള വർഗ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ചേർത്തെഴുതുന്ന സമയത്ത് അതിന്റെ അനുനാസികമാണ് അവിടെ എന്താണ്? ആദേശമായിട്ട് വരുന്നത്. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതുവാണേ. മരം അധികം ചാടി. അപ്പൊ നമ്മൾ എഴുതും ദാ മരഞ്ചാടി എന്ന് എഴുതും അല്ലെ. ഈ ഇഞ്ച എങ്ങനെയാണെടാ വന്നത്? ഈ ഇഞ്ച എങ്ങനെയാണ് വന്നത്? ഇവിടെ അനുനാസികം കഴിഞ്ഞിട്ട്
ദാണ്ടെ ഇവിടെ അനുസ്വാരം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ദാ ച എന്ന് പറയുന്ന വർഗ്ഗാക്ഷരം ചവർഗമാണ് വന്നിരിക്കുന്നത്. ചവർഗമാണെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞു ദാ ഞായാണ് വരുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഞാ വന്ന് ചായോടൊപ്പം ചേരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അത് ഇഞ്ചായിട്ട് മാറും അല്ലെ, ഇഞ്ച അല്ലെ. അങ്ങനെയാണ് ഇവിടെ മരം അധികം ചാടി എന്നുള്ളത് മരം ചാടി എന്നുള്ളത് ആവുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഇവിടെ ചെം അധികം ചുണ്ട്, ചെം അധികം ചുണ്ട്. അനുസ്വാരം കഴിഞ്ഞിട്ട് ചായാണ് വന്നത്. അതേ സെയിം സാധനം തന്നെയാണ്. അപ്പൊ ചായോടൊപ്പം ഞാൻ വന്ന് ചേർന്നപ്പോ എന്ത് വന്നു? ചെഞ്ചുണ്ട് എന്ന് വന്നു. ക്ലിയർ അല്ലേ? ചെഞ്ചുണ്ട് എന്ന് വന്നു. ഇനിയിപ്പൊ തായാണെങ്കിൽ നോക്കിക്കേ, ചെം അധികം താ എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ചെന്താമര എന്നാണ് വന്നത്. ചെന്താമര എന്നാണ് വന്നത്. ചെന്താമര എങ്ങനെയാണ് വന്നത്? തായോടൊപ്പം നാ വന്ന് ചേർന്നിട്ടാണ് ഇന്ത വന്നത് അല്ലെ. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഇവിടത്തെ റൂളിന്റെ എന്താണ് അത് പ്രാവർത്തികമാകുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 4 റൂളുകളാണ് പഠിച്ചത്. ഏതാണെന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. നോക്കിക്കോ. ഫസ്റ്റത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസ്വാരത്തിന് ശേഷം വന്നാൽ അവിടെ ആദേശം വരുമെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് അനുസ്വാരത്തിന് ശേഷം സ്വരം വന്നാൽ അവിടെ അല്ലെങ്കിൽ വ ആദേശം ചെയ്യുമെന്ന് പറഞ്ഞു. മൂന്നാമത്തേത് അനുസ്വാരത്തിന് ശേഷം വിഭക്തി പ്രത്യയം വന്നു കഴിഞ്ഞാൽ അവിടെ ആദേശം ചെയ്യുമെന്ന് പറഞ്ഞു. നാലാമത്തേത് കാ മുതൽ അനുസ്വാരത്തിന് ശേഷം, എല്ലാം പറഞ്ഞ അനുസ്വാരത്തിന് ശേഷമാണ് അല്ലെ. കാ മുതൽ മാ വരെയുള്ള വർഗ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതാത് അനുനാസികങ്ങൾ അതാത് അക്ഷരങ്ങളുടെ അനുനാസിക അക്ഷരങ്ങളാണ് അവിടെ വന്ന് എന്ത് ചെയ്യുക? ആദേശം ചെയ്യുക എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന വാക്കുകളാണ്. വിൽ അധികം തൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഉള്ളത് അല്ലെ. വിൽ തൂ എന്നൊക്കെ അവിടെ ഓപ്ഷൻ കാണും. എന്താ എഴുതേണ്ടത്? വിറ്റു ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലെ. കേളധികം തൂ, കേട്ടു. എങ്ങനെയാണ്? ഇൽ അധികം താ എന്ന് പറഞ്ഞാൽ അവിടെ ചായാണ്. ഓർമ്മിച്ചു വെക്കുക. ഇൽ അധികം താ എന്ന് പറഞ്ഞാൽ അവിടെ ടായാണ്. അതാണ് കേൾ അധികം തൂ, കേട്ടുവും ബിൽ അധികം തൂ വിറ്റുവും ഒക്കെ ആവുന്നത്. ക്ലിയർ അല്ലേ? ഇത് ഒന്ന് ബോക്സ് ചെയ്ത് വെച്ച് പഠിക്കുക. ഇൽ അധികം താ വന്നു കഴിഞ്ഞാൽ അത് മാറി ആദേശം ചെയ്യുന്ന അക്ഷരം ടായാണ്. കേൾ അധികം താ അല്ലെങ്കിൽ ഇൽ അധികം താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആദേശം ചെയ്യുന്നത് ടായാണ്. മറന്നു പോകരുത്. അപ്പൊ ഇനി ഇതുപോലുള്ള അടുത്ത കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത കാര്യം നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇൽ അധികം മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻമ എന്നുള്ളതാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ആണെങ്കിൽ നോക്കിക്കോ, കൽ പ്ലസ് മദം, കൺമദം. കണ്ടോ? ഇൽ മാറി ഇവിടെ എന്ത് വന്നു? ഇൻ വന്നു അല്ലെ. നോക്കിക്കേ, നൽ പ്ലസ് മാ, നന്മ. തിൻ പ്ലസ് മാ, തിന്മ. നെൽ പ്ലസ് മണി, നെൽമണി. ഇമ്പോർട്ടൻറ്റ് PYQ ആണ്. മേൽ പ്ലസ് മേന്മ. മനസ്സിലായോ? അത് അടുത്ത റൂള്. അപ്പം ചില്ലക്ഷരം വന്നു കഴിഞ്ഞാല് ടായും വരും എന്നുള്ളത്. ഇൽ അധികം താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? താ കൂടെ വന്നിട്ട് ഇള്ളോ വന്നു കഴിഞ്ഞാൽ ഇല്ല് വന്നു കഴിഞ്ഞാൽ ചായാവും, ഇള്ളു വന്നു കഴിഞ്ഞാൽ ടായാവും. അടുത്ത റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽ അധികം മാ വന്നു കഴിഞ്ഞാൽ എന്താവും? ഇൻമ എന്ന് പറയുന്നാവും അല്ലെ. അടുത്തത് ന വന്നു കഴിഞ്ഞാൽ ഇൻ വന്നേ മുൻ, പിൻ, പൊൻ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താവും? അതെല്ലാം എഴുതുമ്പോ ഇൽ അധികം അല്ലെങ്കിൽ ല ആവും കേട്ടോ. ഇൽ. അത് നോക്കിക്കേ, പൊൻ അധികം കതിർ. ഇവിടെ ഇന്നാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ പൊൽക്കതിർ എന്നായി. യഥാർത്ഥ വാക്ക് പൊൽക്കതിർ എന്നാണ് കേട്ടോ. പിൻ അധികം കാലം. ഇവിടെ വന്നപ്പോ എന്തായി? പിൽക്കാലം. മുൻ അധികം കാലം. എന്താ? മുൽക്കാലം. പക്ഷെ നമ്മൾ മുൻകാലം എന്ന് പറയുന്നത് തെറ്റാണ്. മുൽക്കാലം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. റൂള് മനസ്സിലായല്ലോ. തൻ അധികം കാലം, തൽക്കാലം. തിരുമുൻ അധികം കാഴ്ച, തിരുമുൽ കാഴ്ച. തിരുമുൽ കാഴ്ച. തൽക്കാലം. മനസ്സിലായോ? അങ്ങനെയാണ് അവിടെ വരുന്നത്. അടുത്ത റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽ അധികം മാ, ഇൻ അധികം മാ. എന്താ വരിക? വെണ്മ എന്ന് വരും അല്ലെ. നോയിക്കേ, ഇൽ അധികം മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വരുന്നത്? ആദേശം വരുമ്പോ അത് എന്തായി? വെണ്മ, ഇൻമ എന്നുള്ളതാവും അല്ലെ. നായും മായും കൂടെ ചേർത്ത്. ഈ നായും മായും കൂടെ എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നോക്കിയേ, വെൾ അധികം മ, വെണ്മ. വെൾ അധികം മാനം, വെൺമാനം.
ഉൾ അധികം മ, ഉണ്മ. മനസ്സിലായോ? അടുത്ത കൾ പ്രത്യയം വന്നു കഴിഞ്ഞാൽ അത് ചേർത്ത് എഴുതുന്ന സമയത്ത് ഒന്നുകിൽ ങായാവും അല്ലെങ്കിൽ ഇങ്ക വരും കേട്ടോ. ങാ വരും അല്ലെങ്കിൽ ഇങ്ക വരും. മരം പ്ലസ് കൾ, മരങ്ങൾ. എങ്ങനെ ഇവിടെ ങാ വന്നു എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കുന്നത് അല്ലെ. അനുസ്വാരത്തിന് ശേഷം ദാ കൾ എന്ന് പറയുന്ന പ്രത്യയമാണ് വന്നിരിക്കുന്നത്. കൾ പ്രത്യയം വന്നു കഴിഞ്ഞാൽ ങാ അല്ലെങ്കിൽ ഇങ്കയെ വരുള്ളൂ എന്ന് നമ്മളെ റൂള് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മരങ്ങൾ. നിൻ അധികം കൾ, എങ്ങനെ നിങ്ങൾ, തൻ അധികം കൾ. എന്താണ് പ്രത്യയം ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ങാ അല്ലെങ്കിൽ ഇങ്കയെ വരുള്ളൂ. ദാ താങ്കൾ, നിങ്ങൾ, മരങ്ങൾ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നാ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മളെ പൂർവപദത്തിന് ശേഷം നാ വന്നാൽ അത് നായായിട്ട് മാറും. ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. 800, എണ്ണധികം 100, 800. കണ്ടോ? കണ്ണധികം നീർ, എങ്ങനെ കണ്ണുനീർ. അപ്പൊ നിങ്ങൾ ചോദിക്കും 800 എന്നുള്ളത് ദിത്വസന്ധി അല്ലേ, 800 നാ ഇരട്ടിച്ചില്ലേ? പക്ഷെ എങ്ങനെയാണ് ദിത്വസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിനൊന്നും ഒരു മാറ്റം കാണൂല, അവിടെ ഉള്ളതാണ് ഇരട്ടിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? നാ എന്ന് പറയുന്ന അക്ഷരം പോയിട്ട് അവിടെ എന്ത് വന്നു? നാ വരികയും ചെയ്തു, പിന്നീട് എന്താണ് അത് ഇരട്ടിക്കുകയും ചെയ്തു. അപ്പൊ അത് ദിത്വസന്ധി അല്ല. മനസ്സിലായില്ലേ? എൺ അധികം 100, 800. കണ്ണധികം നീർ, കണ്ണീർ. വെണ്ണധികം നീർ, വെണ്ണീർ. ക്ലിയർ അല്ലേ? അടുത്ത റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ന അധികം ത, ഇൻ അധികം ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണ്ട എന്നാണ് വരുന്നത്. നോക്കിക്കോ, ഉൺ അധികം തു, ഉണ്ടു. കൺ അധികം തു, കണ്ടു. തൺ അധികം താർ, തണ്ടാർ. ക്ലിയർ ആയോ? ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്. സോ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസ്വാരത്തിന് ശേഷം വന്നാൽ അവിടെ വ ആദേശമായിട്ട് വരും. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസ്വാരത്തിന് ശേഷം സ്വരമാണ് വരുന്നതെങ്കിൽ അവിടെ മ അല്ലെങ്കിൽ വ ആദേശമായിട്ട് വരും. മൂന്നാമത്തത് അനുസ്വാരത്തിന് ശേഷം വിഭക്തി പ്രത്യയമാണ് വരുന്നത് എങ്കിൽ അവിടെ ത എന്തായിട്ട് വരും? ആദേശമായിട്ട് വരും. ഇനി ത ആദേശമായിട്ട് വരും. അനുസ്വാരത്തിന് ശേഷം കാ മുതൽ മാ വരെയുള്ള വർണ്ണങ്ങൾ വന്നു കഴിഞ്ഞാൽ, വർഗാക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ അതിന്റെ അതാത് അനുനാസികങ്ങളാണ് പിന്നീട് ചേർത്ത് എഴുതുമ്പോൾ വരിക. മനസ്സിലാക്കുക. പൂർവപദത്തിന്റെ കൂടെ ഇനി എല്ലാം അങ്ങോട്ട് പൂർവപദത്തിന്റെ കൂടെ ചേർക്കുന്നതാണ് കേട്ടോ. പൂർവപദത്തിന്റെ കൂടെ ത തു വന്നു കഴിഞ്ഞാൽ, അതായത് ഇൽ എന്നുള്ള പൂർവപദത്തിന്റെ കൂടെ താ വന്നാൽ അത് ഇറ്റയാകും. ഇൽ എന്ന പദത്തിന്റെ കൂടെ താ വന്നു കഴിഞ്ഞാൽ അത് എന്താകും? ടായാകും. ഓർമ്മിച്ചു വെക്കുക. അടുത്ത ഇൽ എന്ന പദത്തിന്റെ കൂടെ മാ വന്നു കഴിഞ്ഞാൽ അത് ഇന്മയാവും. ഇൽ മാറി ഇൻമ ആവും. അത് തിൽ അധികം എന്താണ്? കൽ അധികം മദം, കൺമദം. തൻ അധികം മ, എന്താണ്? നന്നധികം മ, നൽ അധികം മ, എന്താണ്? നന്മ. ക്ലിയർ അല്ലേ? അടുത്തത് ഇൻ എന്ന് പറയുന്നത് എന്താണ്? പിന്നീട് ചേർത്ത് എഴുതുന്ന സമയത്ത് ഒന്നുകിൽ അത് ല ആവും അല്ലെങ്കിൽ അത് ഇൽ ആവും. മുൻ, പിൻ, പൊൽ. കേട്ടോ? ക്ലിയർ ആക്കി വെക്കുക. കുറച്ചൊന്ന് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ കേട്ടോ. ഇൽ അധികം മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നത് ഇൺമ എന്നുള്ളതാണ്. വെണ്മ, വെൺമാനം, ഉണ്മ എന്നൊക്കെ പറയുന്നതാണ്. കൾ അധികം വന്നു കഴിഞ്ഞാൽ പ്രത്യേകം കൾ വന്നു കഴിഞ്ഞാൽ ങ അല്ലെങ്കിൽ ഗ വരും. ങ അല്ലെങ്കിൽ ഇങ്കയാണ് വരുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദത്തിന് ശേഷം, ഉത്തരപദത്തിന് ശേഷം നാ വന്നു കഴിഞ്ഞാൽ അത് നാ തന്നെയാണ്. കേട്ടോ? ക്ലിയർ അല്ലേ? പിന്നെ ഇവിടെ ഇൺ അധികം വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇണ്ടയാണ് വരുന്നത്. ക്ലിയർ അല്ലേ? ദാറ്റ് മീൻസ് ഇവിടെ താ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടായുടെ കൂടെ ഇരട്ടിപ്പാണ് വരുന്നത്. ടാ ഠ ഠ ഠ ണ. കേട്ടോ? അതാണ് വരുന്നത്. തായുടെ കൂടെ എന്ത് ചെയ്യുന്നു? ഉണ്ടാകും കൂടെ ഡാ, ഇൻ അധികം എന്താണ്? ത എന്നുള്ളത്. മനസ്സിലായോ? ക്ലിയർ അല്ലേടാ?
ക്ലിയർ അല്ലേ? തണ്ടാറൊക്കെ ക്ലിയർ ആക്കി വെക്കുക. സോ ഇത്രയാണ് എന്താണ് ആദേശസന്ധി എന്ന് പറയുന്നത്. ഈ റൂൾസ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് കുറച്ചുകൂടെ PYQ സെഷൻസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ആദേശസന്ധിയും സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്തതായിട്ട് മറ്റൊരു സന്ധിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.